രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ സമാപന സമ്മേളനത്തിന് ഉടൻ തുടക്കമാകും. വൈകിട്ട് മുംബൈയിലെ ശിവജി പാർക്കിലാണ് മഹാസമ്മേളനം. ഇന്ത്യ മുന്നണിയിലെ പ്രധാന നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്ന് ഇടത് പാർട്ടി നേതാക്കൾ വിട്ടുനിൽക്കും. വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമാണ് ഇടത് പാർട്ടികളുടെ അതൃപ്തിക്ക് കാരണം. നോബൽ മാരിക്കാരനാണ് വിവരങ്ങളുമായി ചേരുന്നത്. നോബൽ, അല്പസമയത്തിനകം തന്നെ ഇന്ത്യ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ സമാപന സമ്മേളനത്തിന് തുടക്കമാകും. പ്രധാനമായും എടുത്തു പറയാനുള്ളത് ഇടത് നേതാക്കൾ വിട്ടുനിൽക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിൽ അതൃപ്തിയും അറിയിച്ചിട്ടുണ്ട് CPM നേതാക്കൾ. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയുടെ സമാപന സമ്മേളനം ഇന്ത്യ സഖ്യത്തിന് ശക്തി പ്രകടനമാക്കാനായിരുന്നു കോൺഗ്രസിന്റെ നീക്കം. അതിന്റെ ഭാഗമായി മുഴുവൻ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയും ഇങ്ങോട്ട് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, അതോടൊപ്പം തന്നെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പൈ സോറൻ അടക്കമുള്ള, അതോടൊപ്പം സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, RJD നേതാവ് തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള ശരത് പവാർ, ഉദ്ധവ് താക്കറെ അടക്കമുള്ള നേതാക്കളൊക്കെ പങ്കെടുക്കുമ്പോഴും ഇടതുപക്ഷം, അതായത് ഇടതു പാർട്ടികൾ വിട്ടുനിൽക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് D രാജയോ അല്ലെങ്കിൽ സീതാറാം യെച്ചൂരിയോ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ പ്രതിനിധികളെ പോലും ഈ പരിപാടിയിലേക്ക് അയച്ചിട്ടില്ല എന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇതിൽ പ്രധാന കാരണമായി ഇടതു പാർട്ടികൾ വ്യക്തമാക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം, അതോടൊപ്പം തന്നെ KC വേണുഗോപാലിന്റെ ആലപ്പുഴ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ രാജസ്ഥാൻ, അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ വിഭജിച്ചപ്പോൾ വേണ്ട രീതിയിലുള്ള പരിഗണന CPM-നോ അല്ലെങ്കിൽ CPI-ക്കോ നൽകിയില്ല എന്നൊരു ആക്ഷേപം കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ഇതിൽ പങ്കെടുക്കാത്തത് എന്നാണ് ഇപ്പോൾ ഒരു വിശദീകരണമായി പുറത്തേക്ക് വരുന്നത്. ഒപ്പം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഇന്ത്യ മുന്നണിക്ക് എതിരായ പോരാട്ടമാണ് എന്ന വിലയിരുത്തൽ കൂടി CPM-ന് ഉണ്ട്. അതിലൂടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തേക്ക് എടുത്തിരിക്കുന്നത്. എന്താണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യത്തെ മഹാറാലിയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ശക്തി പ്രകടനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ റാലി തന്നെ സംഘടിപ്പിച്ചത്. പക്ഷേ അതിൽ നിന്ന് ഇടത് പാർട്ടികൾ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. തീർച്ചയായും സഖ്യത്തെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. പ്രത്യേകിച്ച് സഖ്യം, നിലവിൽ ഇന്ത്യ സഖ്യം എന്ന രീതിയിൽ CPM-ഉം കോൺഗ്രസും ഒരുമിച്ചുള്ളത് പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും മാത്രമാണ്. ഒരിടത്തും അത്തരത്തിലുള്ള സഖ്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ നേതാക്കൾ വിട്ടുനിൽക്കുന്നത് തീർച്ചയായും അത് മറ്റു തരത്തിൽ പ്രതിപക്ഷ ചേരിക്ക് വിള്ളൽ ഉണ്ടാക്കും. പ്രത്യേകിച്ച് സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കൾ സജീവമായി തന്നെ ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ കൂടിയാണ്. അത്തരം നേതാക്കൾ വിട്ടുനിൽക്കുന്നത് എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ തിരിച്ചടിയാണ്. ഇന്നിപ്പോൾ 7 മണിക്കാണ് ഈ സമ്മേളനം ആരംഭിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നേതാക്കൾ എല്ലാവരും, പങ്കെടുക്കാനുള്ള നേതാക്കൾ എല്ലാവരും മുംബൈയിൽ എത്തിക്കഴിഞ്ഞു. മുംബൈ ശിവാജി പാർക്കിലാണ് ഇന്നിപ്പോൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ജനുവരി 14-നാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായയാത്ര മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ചത്. 15 സംസ്ഥാനങ്ങളിലെ 100 ലോക്സഭാ മണ്ഡലങ്ങളിൽ കൂടി പര്യടനം നടത്തിയാണ് യാത്ര ഇപ്പോൾ മുംബൈയിൽ എത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും ദിവസങ്ങളിൽ വലിയ പ്രചാരണത്തിലേക്കായിരിക്കും കോൺഗ്രസ് പോകുന്നത്. അതിന് മുന്നോടിയായുള്ള മഹാസമ്മേളനമാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഇന്നിപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയും ചെയ്യും. ശരി.